നമസ്തേ. ഞാൻ മായ ജയമോഹൻ. വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സാധാരണയായിട്ട് ക്ഷേത്രത്തിലെ പ്രധാന കോവിലിന് പുറത്തായിട്ട് ബ്രഹ്മരക്ഷസ് എന്നെഴുതിയ ഒരു സ്ഥലം മിക്കവാറും ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് കുടുംബക്ഷേത്രങ്ങളിൽ, അല്ലാതെ തന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ബ്രഹ്മരക്ഷസ് ഒരുപക്ഷെ ശിവലിംഗ രൂപത്തിൽ ഒക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ രക്ഷസിനെ വിളക്കുണ്ടാകും, പാൽപ്പായസം രക്ഷസിനെ കൊടുക്കും. രക്ഷസിൻ്റെ പ്രധാന ദിവസമായിട്ട് വ്യാഴാഴ്ചയെ കണക്കാക്കും. അതായത് വൈഷ്ണവം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വ്യാഴാഴ്ചയെ കണക്കാക്കുന്നത്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ രക്ഷസിന് സ്ഥാനമുണ്ടായിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളിയിൽ പത്മമിട്ട് രക്ഷസിന് നേദ്യം കൊടുക്കുന്ന പതിവ്, അല്ലെങ്കിൽ വർഷത്തിൽ രക്ഷസിന് പത്മമിട്ട് നേദ്യം കൊടുക്കുക. ചില കുടുംബങ്ങളിൽ രക്ഷസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിൻ്റെ കാരണം പൂർവ്വത്തിലെ മണ്ണ് ഭൂമിയിൽ കൂടുതൽ സ്ഥലങ്ങളിലും ബ്രാഹ്മണനാണ് അവകാശമുണ്ടായിരുന്നത്. ഭൂമിയുടെയും ക്ഷേത്രത്തിൻ്റെയും എല്ലാം അധികാരി ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളും എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണൻ ജീവിച്ചിരുന്ന മണ്ണായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രക്ഷസ് ആ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ചിലപ്പോൾ കുടിയേറ്റക്കാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ബ്രാഹ്മണരെ കുലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് അവരെ അപമൃത്യുപ്പെടുത്തിയിട്ട് ആ ഭൂമി മറ്റുള്ളവർ കയ്യേറിയ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അവിടെയെല്ലാം രക്ഷസിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയുള്ള ഭൂമിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല മനുഷ്യന്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, അതായത് ഇവരെ പ്രീതിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ആൾക്കാരെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ആരാണ് രക്ഷസ് എന്നാദ്യം പറയാം. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നത് കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ഉണ്ടായ സന്തതിയാണ് രക്ഷസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്, മഹാഭാരതത്തിൽ പറയുന്നത്. എന്നാൽ രക്ഷസ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മൾ അറിയുന്നത് രക്ഷസ്, ഇപ്പോൾ ഞാനും ആദ്യം പറഞ്ഞു ബ്രാഹ്മണനാണെന്ന്. ഈ ബ്രാഹ്മണൻ എങ്ങനെ രക്ഷസായി എന്നതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ബ്രാഹ്മണൻ അപമൃത്യുപ്പെടുക എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ജീവിച്ച് അദ്ദേഹം മരിക്കുന്ന ആളല്ല, അല്ലാതെ മരിച്ചതാണ്. എന്നാൽ മരിച്ച അപമൃത്യുപ്പെട്ട എല്ലാ ബ്രാഹ്മണനും രക്ഷസും അല്ല. അതിൻ്റെ കാരണം ഈ ജീവിച്ചിരുന്ന ഈ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം നേടിയവനായിരിക്കും. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ തന്ത്രത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് അറിവ് ലഭിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളായിരിക്കും ഈ ബ്രാഹ്മണൻ. അപ്പോൾ ഈ ചില ആൾക്കാരിൽ രക്ഷസ് കൂടി, അല്ലെങ്കിൽ രക്ഷസിൻ്റെ ശല്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രക്ഷസ് ഇവരിലേക്ക് കയറിയിരിക്കുന്നു, ഇവർക്ക് അറിയാത്ത ഭാഷകൾ അവർ സംസാരിക്കുന്നു, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ രക്ഷസിൻ്റെ അനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ രക്ഷസിൻ്റെ അനുഗ്രഹം മാത്രമല്ല, ഭൂതങ്ങളുടെ ഒരു ഇതുണ്ടെങ്കിലും അങ്ങനെ പറയാൻ ചില ആൾക്കാരിരുന്നുകൊണ്ട് പണ്ട് കണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഇരുന്നിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നു ഇവർക്ക് ബാധാദോഷമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ബാധയ്ക്ക് വേർപാട് നടത്തി അതിന് പൂജകളൊക്കെ ചെയ്ത് മാറ്റുന്ന പല സന്ദർഭങ്ങളും കേട്ടിട്ടുണ്ട്. അതുപോലെ രക്ഷസ്, അതായത് സാത്വികായിട്ടുള്ള രക്ഷസ് ചില ആൾക്കാരിൽ, അതായത് 99% പേരിലും ഉണ്ടാവില്ല, 1%, അതിൽ കാണുന്ന ഈ 1% ആൾക്കാരിൽ രക്ഷസ്, അതായത് നല്ല രക്ഷസിൻ്റെ ഒരു പ്രസൻസ്, അധിവേശം ഉണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അവരുടെ ഓറ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ജന്മത്തിൽ, അതായത് ഈ രക്ഷസ് ഞാൻ പറഞ്ഞു ഇവർക്ക് ബ്രഹ്മജ്ഞാനമുണ്ട്, മന്ത്രതന്ത്രാദികളിൽ നോളജ് ഉണ്ട്, അതിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൂർവ്വത്തിൽ ഇതുപോലെയുള്ള സോളുകൾ, ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെയുള്ള സ്പിരിറ്റ് ഉണ്ടായിരുന്ന വ്യക്തികളിലാണ് ഈ ഈ രക്ഷസിൻ്റെ അധിവേശം ഉണ്ടാകുന്നത്. അത് 100 99% പേരിലും ഉണ്ടാവില്ല, വളരെ അപൂർവം 1% ആൾക്കാരിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രക്ഷസ് പല തരത്തിലുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്ന രക്ഷസ് ഇങ്ങനെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യും, കാര്യങ്ങൾ പറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ അത് എല്ലാ രക്ഷസും സാത്വികമായിരിക്കുകയില്ല, ചിലത് മോശം വരും. അതെങ്ങനെയെന്ന് വെച്ചാൽ ആ വ്യക്തി ദേവസ്വം സ്വത്ത് അപഹരിച്ചവനോ, അന്യൻ്റെ ഭാര്യയെ കാക്ഷിച്ചവനോ, അല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മസ്വം വക സാധനങ്ങൾ പൂർവ്വത്തിൽ അപഹരിച്ചവനോ അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ, അതായത് സാത്വികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതെ ബ്രാഹ്മണ്യത്തിന് എതിരായി ജീവിച്ച വ്യക്തി, അങ്ങനെയുള്ള ആ ഒരു രക്ഷസ് ഒരിക്കലും ഗുണം തരുന്നതല്ല, അത് ദോഷങ്ങളെ പ്രദാനം ചെയ്യും. എന്നാൽ
രക്ഷസ് ഞാൻ മുന്നേ പറഞ്ഞു വളരെയധികം മന്ത്രതന്ത്രാദികളിലൊക്കെ അറിവുള്ള വ്യക്തി, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ അത് മരണപ്പെട്ടു വെച്ചാൽ അപമൃത്യുപ്പെട്ടു പോവുകയാണെങ്കിൽ ആ ബ്രാഹ്മണൻ്റെ ആത്മാവിനെ മരിച്ച് 41 മുതൽ 1 വർഷത്തിനുള്ളിൽ നാരായണ ബലി കൊടുത്ത് ശുദ്ധിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് 1 വർഷത്തെ സമയം അത് ചെയ്ത് ശുദ്ധിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് അതിൽ രാക്ഷസാംശമുണ്ടാകും. അതാണ് ബ്രഹ്മരക്ഷസ്. അപ്പോൾ ഇത്രയും അറിവുമുണ്ട്, ഇങ്ങനെയും സംഭവിച്ചിരിക്കുന്നു, ശുദ്ധി ചെയ്തിട്ടില്ല, നാരായണ ബലി ചെയ്ത് അദ്ദേഹത്തെ ശരിയാക്കിയില്ല. അതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ആ രക്ഷസിനെ നമ്മൾ ഈശ്വരനായി ഈശ്വരനല്ല ഈശ്വരതുല്യരായിട്ട് കൽപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ, നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ, കുടുംബക്ഷേത്രങ്ങളിൽ, ചില കുടുംബങ്ങളിൽ അങ്ങനെ ആരാധിക്കാറുണ്ട്. അങ്ങനെ ആരാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ പിണങ്ങിയാൽ ഭയങ്കരപ്പെട്ട ദോഷഫലങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകും. ഇതൊരു വലിയ രഹസ്യമാണ്, ഇതൊരു വലിയ ശക്തിയാണ് ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ദ മേക്കർ ഓഫ് തന്ത്ര എന്ന് പറയുന്നത് അത്രയും നോളജ്, അബണ്ടന്റ് നോളജ് ഉള്ള ഒരു ബ്രാഹ്മണൻ്റെ സോളായിരുന്നു അത്. അതാണ് ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ കൊലപ്പെടുത്തുക ഇങ്ങനെയെല്ലാം സംഭവിച്ചു വരുന്നത്. ഇപ്പോൾ രക്ഷസിൻ്റെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ആ കുടുംബത്തിൽ സ്ത്രീകൾക്ക് രക്തദൂഷ്യ രോഗങ്ങളുണ്ടാകും. അതായത് ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത, അബോർഷൻ ഉണ്ടായി പോവുക, ഗർഭിണിയായിരിക്കുന്നവരുടെ ഗർഭം അലസപ്പെട്ടു പോവുക, അതുപോലെ ത്വക്ക് രോഗങ്ങൾ, ചെറിയ ചെറിയ ചുണങ്ങുകൾ പോലെ പറ്റലുകൾ, ചൊറിച്ചിൽ, വ്രണങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുക, ഇത് രക്ഷസിൻ്റെ ഉപദ്രവം. അതിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടാൻ സാധിക്കുകയില്ല, പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സ്ത്രീകൾക്ക് മുലപ്പാൽ ഉണ്ടാവുകയില്ല. അത് രക്ഷസിൻ്റെ പ്രശ്നം ഉള്ള സ്ഥലങ്ങളിലാണ്. അവിടെ പൂച്ച, നാൽക്കാലികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നാശം സംഭവിക്കും. അവർക്കൊന്നും അവിടെ നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ഭക്ഷണം ഒന്നും ശരിക്ക് കഴിച്ചില്ലെങ്കിലും വെറുതെ തടി വെച്ച് കയറുന്നു എന്ന് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കുന്ന സ്ഥലം, രക്ഷസിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത്, രക്ഷസ് ഉപദ്രവിക്കുന്നത്, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാതെ വണ്ണം വെച്ച് കയറുക, നേരെ വിപരീതവും സംഭവിക്കാം. നന്നായി ഭക്ഷണം കഴിക്കും, പക്ഷേ ബലക്ഷയം ഉണ്ടാകുന്നു, നമുക്ക് നടക്കാൻ സാധിക്കാതെ വരിക, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട് വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു, കല്യാണങ്ങൾ നടക്കാതിരിക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുക, ചിത്തഭ്രമം ഉണ്ടാകുന്നത്, തീപിടുത്തം ഉണ്ടാകുന്നത്, സമ്പത്തിന് ക്ഷയം സംഭവിക്കുന്നു, കുടുംബത്തിന് ക്ഷയം സംഭവിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ രക്ഷസിൻ്റെ ഉപദ്രവമുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ചില ദൈവജ്ഞന്മാർ പറയും ഇവിടെ രക്ഷസുണ്ട്, രക്ഷസിനെ ആവാഹിച്ച് മാറ്റിക്കളയണം, ഇത് പൈശാചികമാണ്, ഇത് ക്ഷേത്രത്തിൽ നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റിക്കഴിയുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് പ്രതിഷ്ഠ ഉള്ള സ്ഥലത്താണ് അങ്ങനെ രക്ഷസ് ഇരിക്കുന്നതെങ്കിൽ ആ രക്ഷസിനെ ചതുർബാഹു സ്വർണ്ണ പ്രതിമയിൽ ആവാഹിച്ച് മാറ്റണം. അല്ല നമ്മൾ സങ്കല്പത്തിലാണെങ്കിൽ, സങ്കല്പം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തിടപ്പള്ളിയിൽ പത്മമിട്ട് ആരാധന കൊടുക്കുന്ന ആൾ, അങ്ങനത്തെ രക്ഷസാണെന്നുണ്ടെങ്കിൽ അതിനെ ചതുർബാഹു വെള്ളി പ്രതിമയിൽ ആവാഹിച്ച് ബാധാ വേർപാട് നടത്തി സായുജ്യ പൂജ കൊടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ഭൂമിയുടെ അവകാശിയായി നിൽക്കുന്ന രക്ഷസ് ആ ഭൂമിയിലുള്ളതാണ്, അത് അവരുടെ മണ്ണാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന രക്ഷസിനെ ഒരിക്കലും ഇത്തരത്തിൽ മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെ മാറ്റിയാലും നമ്മളിപ്പോൾ അത് ബാധാ വേർപാട് നടത്തി സായുജ്യം കൊടുത്തു ഒക്കെ പോയി എന്ന് പറയും, പക്ഷേ അതിൻ്റെ ഒരു നോട്ടം ഇവിടെ ഉണ്ടായിരിക്കും. എൻ്റെ വീടാണ്, ഞാൻ നിൽക്കുന്ന എൻ്റെ വീടാണത്, അവിടെ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ ആർക്കും അവകാശമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു നോട്ടം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും അതിൻ്റെ പരിഹാരം എന്നുള്ള വണ്ണം രക്ഷസ് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം രക്ഷസിന് പാൽപ്പായസം കൊടുക്കാം. രക്ഷസിനുള്ള വഴിപാടെന്ന് പറയുന്നത് പാൽപ്പായസമാണ് വ്യാഴാഴ്ച ദിവസം. അപ്പോൾ വളരെ സാത്വിക്കാണ് രക്ഷസ് എന്ന് മനസ്സിലാക്കാം. കാരണം പാൽപ്പായസമാണ് നമ്മൾ കൊടുക്കുന്നത്. പാൽപ്പായസം എന്ന് പറഞ്ഞാൽ സാത്വിക്കായിട്ടുള്ള ഒരു നേദ്യമാണ്. അപ്പോൾ രക്ഷസ് എത്രത്തോളം സാത്വികനാണ് എന്നുള്ളതിൻ്റെ ഒരു വളരെ വളരെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഈ പാൽപ്പായസ സമർപ്പണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കാളിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? കടുംപായസമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ യക്ഷിയമ്മയ്ക്ക് വറപൊടി നേദ്യം കൊടുക്കുന്നു. ഇതെല്ലാം സാത്വികമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നേദ്യങ്ങൾ അല്ല.
പക്ഷേ ഈ പാൽപ്പായസം ബ്രഹ്മരക്ഷസിന് കൊടുക്കുന്നത് വളരെ സാത്വികമായിട്ടുള്ള ആഹാരം എന്നുള്ള നിലയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ രക്ഷസ് നമ്മളെ പ്രശ്നരാശിയിലെ രക്ഷസ്, ഈ രക്ഷസ് ഇരിക്കുന്ന രാശി, അത് രക്ഷസ് ഏത് ഭാവത്തിലാണെന്ന് ദൈവജ്ഞന് മാത്രമേ മനസ്സിലാവുള്ളൂ. ദൈവജ്ഞൻ എന്നാൽ ജ്യോത്സ്യൻ എന്നർത്ഥം. അദ്ദേഹത്തിന് കവടി പ്രശ്നം ചെയ്ത് നമുക്ക് രക്ഷസിനെ മനസ്സിലാക്കാം. പ്രശ്നം കൊടുത്ത് അല്ലെങ്കിൽ താമ്പൂല പ്രശ്നത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കവടി പ്രശ്നത്തിൽ വളരെ വ്യക്തമായിട്ട് രക്ഷസിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. വ്യാഴത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ബാധാരാശിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വ്യാഴം ബാധാരാശിയിലിരിക്കുകയാണെങ്കിൽ അത് ഉത്തമനായ രക്ഷസാണ് എന്ന് പറയണം. എന്നാൽ ശുക്രൻ ആ ബാധാരാശിയിലിരിക്കുകയാണെങ്കിൽ അവിടെ ഈ രക്ഷസ് മധ്യമനാണ് എന്ന് പറയണം. മധ്യമൻ എന്ന് വെച്ചാൽ വളരെ ശുഭനല്ല എന്നർത്ഥം. ഉത്തമനായ രക്ഷസ്, നമുക്കിപ്പോൾ രക്ഷസിൻ്റെ ബ്ലെസ്സിങ്, അനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഗുണങ്ങളുണ്ടാകും. നമ്മുടെ ധർമ്മദേവതയുമായി ബന്ധപ്പെട്ട് രക്ഷസുള്ള സ്ഥലങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങളിൽ രക്ഷസുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ രക്ഷസ് അങ്ങനെയൊക്കെ ആരാധിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകും. എന്തെങ്കിലും ഭൂമി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ഇപ്പം രക്ഷസിൻ്റെ പാൽപ്പായസത്തിനെ കുറിച്ച് പറഞ്ഞു. രക്ഷസിൻ്റെ പാൽപ്പായസം പല ക്ഷേത്രങ്ങളിലും നമ്മൾക്കറിയാം. രക്ഷസിന് പാൽപ്പായസം കഴിക്കുമ്പോൾ ശാന്തി പറയും, ഈ പാൽപ്പായസം ക്ഷേത്ര കോമ്പൗണ്ട് കടത്തി പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചില ശാന്തിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എന്തെന്നാൽ ഈ രക്ഷസിന് പാൽപ്പായസം നടത്തുകയും ഈ പാൽപ്പായസം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കുകയും ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ദോഷം മാറുന്നതിന് വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥലദോഷം മാറുന്നതിന് രക്ഷസിന് പാൽപ്പായസം സമർപ്പിക്കാൻ ജ്യോത്സ്യൻ പറഞ്ഞാൽ അത് ആ ചെയ്യുന്ന പാൽപ്പായസം നമ്മൾ പുറത്തു കൊണ്ടുവരാറില്ല ദോഷം മാറുന്നതിന്. അല്ലാതെ നമ്മുടെ രക്ഷസിൻ്റെ പ്രീത്യാർത്ഥം കൊടുക്കുന്ന പാൽപ്പായസങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം, കഴിക്കാം, ഒരു പ്രശ്നവും അതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നത്തിനകത്ത് ശനി അഷ്ടമാധിപനായിട്ടോ അല്ലെങ്കിൽ അഷ്ടമാധിപന് ശനിയുമായിട്ട് ബന്ധമായിട്ടൊക്കെ ബാധാരാശിയിൽ കാണുകയാണെങ്കിൽ അവിടെ രക്ഷസിൻ്റെ സാന്നിധ്യമുണ്ട്, ആ രക്ഷസ് മധ്യമനാണ്, ഉത്തമനല്ല എന്ന് ചിന്തിക്കേണ്ട രീതിയാണ്. അതുപോലെ തന്നെ വ്യാഴം, ശുക്രൻ, രാഹു ഇവരെല്ലാം ബാധാകാരകരായിട്ട് ബാധാരാശിയിൽ കാണുകയാണെങ്കിലും രക്ഷസിൻ്റെ സാന്നിധ്യം പറയാം. അപ്പോൾ വ്യാഴം കാണുകയാണെങ്കിൽ അത് ഉത്തമനായ രക്ഷസാണ്, നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് കൂടെ നിൽക്കും എന്ന് പറയാം. അത് 3, 5, 9 ഈ ഭാവങ്ങളിൽ ബാധാരാശിയിൽ വ്യാഴം കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉത്തമനായ ഒരു രക്ഷസ് അവരുടെ കുടുംബത്തിൽ അവിടെ ഉണ്ട്, ഇതിനെ പൂജിക്കുകയാണെങ്കിൽ ഗുണം കിട്ടും എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങൾ, വ്യാഴക്ഷേത്രം എന്ന് പറയുമ്പോൾ മീനം, ധനു ഈ രാശികളിൽ പാപഗ്രഹം പ്രശ്നപ്രകാരം നിൽക്കുകയാണെങ്കിലും അവിടെ രക്ഷസിൻ്റെ സാന്നിധ്യം, ബ്രഹ്മരക്ഷസിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഭൂതപ്രേത പിശാച ഗന്ധർവ രക്ഷസന്മാർ എല്ലാം തന്നെ ദേവി അമ്മ മഹാമായയുടെ കൂടങ്ങൾ, അമ്മയുടെ തോഴനായിട്ട് കൂടെയുണ്ട് എന്നൊക്കെയാണ് ദേവിയുടെ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് വളരെ ശക്തിവത്തായിട്ടുള്ള ഒരു ചൈതന്യമാണ്. പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഇതിൽ പറയുന്നത് ഈ രക്ഷസിനെ മാറ്റണം, രക്ഷസിനെ ഇവിടുന്ന് മാറ്റിക്കളയണം എന്നൊക്കെ പറയും. വളരെ നന്നായിട്ട് പ്രശ്നം വെച്ച് വിധിയിൽ രക്ഷസ് നിൽക്കുന്ന രാശി, സ്ഥാനം ഇതെല്ലാം നോക്കി മാത്രമേ ആ ഒരു ഉദ്യമനത്തിനായിട്ട് തയ്യാറാകും. അല്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം കിട്ടുകയായിരിക്കും ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് വളരെയധികം ശക്തിയുള്ള വളരെ 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 എനർജറ്റിക് ആയിട്ടുള്ള ഒരു ശക്തിയാണ് ബ്രഹ്മരക്ഷസ്. പ്രീതി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണം കിട്ടും. അത് എല്ലാവർക്കും ആ പ്രീതി ഉണ്ടാവുകയുമില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ ഈ രക്ഷസിൻ്റെ ഇതുപോലെയുള്ള മന്ത്രതന്ത്രാദികളിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് പഠിച്ചവർ, അങ്ങനെയുള്ള നല്ല ആത്മാവ് പുനർജന്മം എടുത്ത് വരുന്ന അവർക്ക് മാത്രമേ ബ്രഹ്മരക്ഷസിൻ്റെ ഒരു സപ്പോർട്ട്, അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ആ 1% മാത്രം അതിനുള്ള കഴിവ് ഉണ്ടെന്ന് പറയാം. ചില ആൾക്കാരിൽ രക്ഷസ് ബാധിച്ചിട്ട് നമ്മളിപ്പോൾ പ്രശ്നം എടുക്കുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ബ്രഹ്മരക്ഷസിൻ്റെ ബ്രഹ്മരക്ഷസ് കയറിയിരിക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അത് വ്യാഴക്ഷേത്രത്തിൽ പാപഗ്രഹം കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന രക്ഷസാണെങ്കിൽ അതിനെ മാറ്റി ഉച്ചാടിച്ചു അല്ലെങ്കിൽ ബാധ വേർപാട് നടത്തി മാറ്റി നമ്മൾ സായുജ്യം കൊടുക്കണം എങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചില സന്ദർഭങ്ങളിൽ അത് കഴിയാതെ വരും. അതിപ്പോൾ നമ്മൾ ചാർത്തെഴുതി കൊടുത്താലും ചിലപ്പോൾ ചെയ്യുന്ന പൂജാരിക്ക് ദൈവജ്ഞൻ്റെ അനുവാദത്തിലാണ്, അതായത് ദൈവജ്ഞനാണ് തീരുമാനിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ആ
പൂജാ സമയത്ത് രക്ഷസിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അതെന്തെന്ന് വെച്ചാൽ ഇവരിൽ നിന്നും പോകാനായിട്ട് രക്ഷസിന് താല്പര്യമില്ല. സാത്വികമായിരിക്കും. അവരെ ഉപദ്രവിക്കുന്ന ആൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അത് നമ്മളെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. നമുക്കതിൻ്റെ ഗുണങ്ങളെ കിട്ടും എന്നാണ് ഈ ജ്യോതിഷപരമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മരക്ഷസ് എന്താണ്? പല ആൾക്കാരുടെയും സംശയം, പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ് രക്ഷസ്? രക്ഷസിനെ പൂജയ്ക്ക് നമ്മൾ എന്തെങ്കിലും ബ്രഹ്മരക്ഷസിന് പാൽപ്പായസത്തിനോ മറ്റോ ക്ഷേത്രങ്ങളിൽ എഴുതി കൊടുത്താലും പല പൂജാരിമാരും അവരെ വിലക്കി വിടുന്നതായിട്ടൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുള്ള എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ളവർ. അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല. എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവജ്ഞനാണ് തീരുമാനിക്കുന്നത്, അതായത് ജ്യോത്സ്യനാണ് തീരുമാനിക്കുന്നത് അത് വേണോ ഇല്ലയെന്ന്. അപ്പോൾ എന്താണ് രക്ഷസ് എന്ന് ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഉപകാരപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, രക്ഷസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ക്വസ്റ്റ്യൻസ്, സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന് മറുപടി തരുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.